സ്കന്ദമാതാദേവി. നവദുർഗാഭാവങ്ങളിൽ അഞ്ചാമത്തെ ഭാവമാണ് സ്കന്ദമാത. നവരാത്രിയിൽ 5-ാം ദിവസമായ പഞ്ചമിയിൽ ദുർഗാദേവിയെ സ്കന്ദമാതാഭാവത്തിൽ ആരാധിക്കുന്നു. സ്കന്ദൻ അഥവാ സുബ്രഹ്മണ്യന്റെ മാതാവായ പാർവതീദേവി ബാലസുബ്രഹ്മണ്യനെ കയ്യിലെടുത്ത ഭാവമാണ് സ്കന്ദമാത. ശക്തിധരൻ ആയതിനാലാണ് സ്കന്ദന് ദേവസൈന്യാധിപൻ ആകാൻ കഴിഞ്ഞതും ദുഷ്ടശക്തികളെ വധിക്കാൻ കഴിഞ്ഞതും. സ്കന്ദമാതാദേവി പത്മാസന എന്നും അറിയപ്പെടുന്നു. ശിവപ്രാപ്തിക്കായി നവരാത്രിയിൽ പഞ്ചമിക്ക് സ്കന്ദമാതാദേവിയെ വിശുദ്ധി ചക്രത്തിൽ ധ്യാനിക്കുന്നു. നവരാത്രിയിലെ പഞ്ചമിയിൽ സ്കന്ദമാതാദേവിയെ ഭക്തിയോടെ ആരാധിച്ചാൽ ദേവി പെട്ടെന്ന് പ്രസാദിക്കുന്നു. ദേവി ഭക്തന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തു പരമാനന്ദത്തെ നൽകും. സ്കന്ദമാതാദേവിയെ പ്രസാദിപ്പിക്കുന്നതിനു ബാലസുബ്രഹ്മണ്യനെ ഭജിക്കുന്നത് വളരെ നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. അനുകമ്പയുടെയും സ്നേഹത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഉറവിടമാണ് അമ്മയുടെ വശം. സംരക്ഷണം, ധൈര്യം, ശക്തി എന്നിവയുടെ ഉറവിടമാണ് അവളുടെ ക്രൂരമായ വശം. ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം അഗ്നി ഒരു പന്ത് തീ മോഷ്ടിച്ചുവെന്ന് പറയപ്പെടുന്നു. അതിൽ ശിവന്റെ ശുക്ലവും പാർവതിയുടെ ശക്തിയും അടങ്ങിയിരിക്കുന്നു. ശിവന്റെ തപസ്സിന്റെ ശക്തി കാരണം ഇത് വളരെ ചൂടായിരുന്നു. അയാൾക്ക് അത് ദീർഘനേരം വഹിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഉപേക്ഷിച്ചു ഗംഗാനദിയുടെ വെള്ളത്തിൽ. ആ തീയുടെ പന്തിൽ നിന്ന് സ്കന്ദ ജനിച്ചു. സിംഹത്തെ ഓടിക്കുന്നതിനിടയിൽ മകൻ സ്കന്ദ പ്രഭുവിനെ മടിയിൽ പിടിച്ച് സ്കന്ദമാതയെ ചിത്രീകരിക്കുന്നു. ഈ രൂപം അധികാരത്തിന്റെയും മാതൃ അനുകമ്പയുടെയും സംയോജനത്തെ പ്രതീകപ്പെടുത്തുന്നു. നവരാത്രിയുടെ ഓരോ ദിവസവും ഓരോ പ്രത്യേക നിറവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 5-ാമത്തെ ദിവസം പച്ചയാണ്. മാതാ സ്കന്ദമാതയെ ബഹുമാനിക്കാൻ ഭക്തികൾ പച്ച വസ്ത്രങ്ങൾ ധരിക്കുന്നു. ഐക്യം, സമൃദ്ധി എന്നിവ പ്രതിനിധീകരിക്കുന്നു. ആചാരങ്ങൾ അനുഷ്ഠിച്ച് പച്ചവസ്ത്രം ധരിച്ച് ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഭക്തർക്ക് ധൈര്യം, ജ്ഞാനം, സന്തോഷം എന്നിവയ്ക്കായി അവളുടെ അനുഗ്രഹങ്ങൾ തേടുന്നു. ഈ ദിവസം മാതൃത്വത്തിന്റെ കരുത്തും കുടുംബത്തിന്റെ പ്രാധാന്യവും ഓർമ്മപ്പെടുത്തുന്നു.